ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മലേഷ്യയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കഴിച്ച ഫുഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് WAT-I-18 മലേഷ്യൻ എയർലൈൻസ്. ഫ്ലൈറ്റിൽ കയറിയാടെ നല്ല ഉറക്കമായിരുന്നു. അവർ നമുക്ക് ഒരു ബ്ലാങ്കറ്റ് അതുപോലെ തലയാണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുതച്ച് നല്ല ഉറക്കമായിരുന്നു. കുറച്ച് മുകളിലേക്ക്, അതായത് ഒരു 1 ഹവറിന് ശേഷം അവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫുഡ് ഉണ്ടായത് റൈസ്, ബിരിയാണി റൈസ്, അതുപോലെ ചിക്കൻ കറി, പിന്നെ തൈര് ഉണ്ടായിന്. തൈരിൽ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റിലൊരു സാധനം കൂടി ഉണ്ടായിന്. പിന്നെ ഉണ്ടായിട്ടുണ്ടായത് ചപ്പാത്തിയാണ്. അത് ചപ്പാത്തീനെ പോലെയും പൊറോട്ടനെ പോലെയും ഉണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ലൊരു സാധനമായിരുന്നു. പിന്നെ തന്നിട്ടുണ്ടായത് സിറയാണ്. സിറ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മധുരത്തോട് കുറച്ചൊരു താല്പര്യക്കുറവില്ലതുകൊണ്ട് കഴിച്ചിട്ടാന്നല്ല കേട്ടോ, കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് കൂടി ആപ്പിൾ ജ്യൂസ് അതുപോലെ ലിക്വേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ മലേഷ്യൻ എയർലൈൻസിൽ. ഞാൻ ആപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ട് ആപ്പിൾ ജ്യൂസ് കുടിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കഴിക്കുന്നതാണ്. ആദ്യം കുറച്ച് തൈര് എടുത്ത് കഴിക്കും, പിന്നെ കുറച്ച് സീറ എടുത്ത് കഴിക്കും. ഇപ്പം കഴിക്കുന്നത് ആ ചപ്പാത്തിയും ചിക്കൻ കറിയും മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. എനിക്ക് വിശപ്പ് അത്ര സെറ്റായിട്ടുണ്ടായിട്ടാ, നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിന് ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാം തുടച്ച് വടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മലേഷ്യയിലേക്ക് പോകുന്ന സമയത്തും ഈ റൈസും ചിക്കൻ കറി അതിൻ്റെ കൂടെ ഒരു വെണ്ടയ്ക്ക പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിന്. പിന്നെ ഉണ്ടായത് ഈ തൈരായിട്ട് തന്നെയാണ് തന്നതെന്ന് തോന്നുന്നു. ഈ ഒരു മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല. സിറക്ക് പകരം വേറെ എന്നാ ഉണ്ടായത്, ഒരു ക്രീമി ടൈപ്പായിട്ട് ഒരു വടയുടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സംഭവമായിട്ടുണ്ടായത്. അപ്പോൾ എല്ലാം ചേഞ്ച് ഉണ്ട് എല്ലാ ഫ്ലൈറ്റിലും. മലേഷ്യൻ എയർലൈൻസിൽ തന്നെ ഫുഡിൽ അപ്പുറം ചേഞ്ച് ഉണ്ട്, ഡെയിലി ചേഞ്ച് ആകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു. അതിനുശേഷം പീനട്ട് തന്നു, പീനട്ട് എടുത്ത് കഴിച്ചു. ഫുഡ് കഴിച്ചു നല്ലൊരു ഉറക്കം കഴിഞ്ഞു. അപ്പോഴേക്കും നാട്ടിലേക്ക് എത്തി.